المرسلين وعلى آله وصحبه أجمعين ما بعد. അഭിനന്ദരായ നേതാക്കൾ, അതിഥികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, മനുഷ്യർക്കൊപ്പം എന്ന വിശാലമായ ഒരു ശീർഷകത്തെ മുൻനിർത്തി കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ അഭിനന്ദരായ സുൽത്താനുൽ ഉലമ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദ് നടത്തുന്ന പത്തനംതിട്ടയിലെ പ്രൗഢമായ സ്വീകരണ സമ്മേളനത്തിലാണ് നമ്മളുള്ളത്. മനുഷ്യർക്കൊപ്പം കേരളയാത്ര തുടങ്ങി പത്തനംതിട്ടയിലെത്തുമ്പോൾ ഈ 14 ദിവസങ്ങൾ യാത്രയേക്കാളും വേഗതയിൽ ലോകമേറ്റെടുത്ത, ലോകത്തേക്ക് പ്രചരിച്ച ഒരു സന്ദേശമായി ഈ ആശയം മാറിയിട്ടുണ്ട്, സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. വ്യത്യസ്ത വിഭാഗങ്ങളിൽ, വിശ്വാസങ്ങളിൽ, ആചാരങ്ങളിൽ, കർമ്മങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും മനുഷ്യർക്കൊപ്പം നമ്മളുണ്ടായിരിക്കേണ്ടതിൻ്റെ അനിവാര്യതയെ നമ്മെ ബോധിപ്പിക്കുന്നുണ്ട്. കച്ചവടക്കാർ, കൃഷിക്കാർ, തൊഴിലാളികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി സഹജീവികളോട് നന്മയോടെയും ആർദ്രതയോടുകൂടെയും ഇടപെടുക എന്നത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ് എന്നും അതിനെ കൂടുതൽ തെളിച്ചത്തോടെ പ്രകാശിപ്പിക്കേണ്ടതാണ്, അതിനെ വളർത്തിയെടുക്കേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്നുമാണ് ഈ ആശയം പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സമൂഹത്തിൽ നിന്നാണ് പഠിക്കുന്നത്. നമ്മൾ സമൂഹത്തിൻ്റെ ഇടപെടലുകളിൽ നിന്നാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. ഔദ്യോഗിക വിദ്യാഭ്യാസമാണെങ്കിലും അനൗദ്യോഗികമായ നമ്മുടെ അറിവുകളാണെങ്കിലും ഈ സമൂഹത്തിൻ്റെ നീക്കിയിരിപ്പിൽ നിന്നാണ്, അതിൻ്റെ നിക്ഷേപത്തിൽ നിന്നാണ് നമ്മൾ അറിവുകൾ ആർജിക്കുന്നത്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെ ഒരുപക്ഷെ പുറത്തേക്ക് പഠിക്കാൻ വേണ്ടി കുടിയേറിപ്പോകുന്ന വിദ്യാർത്ഥികളുടെ ജില്ല കൂടെയാണ് പത്തനംതിട്ട. ആവശ്യാനുസരണവും കാലോചിതവുമായ അറിവും കോഴ്സുകളും വിദ്യാർത്ഥികളുടെ അഭിരുചികൾക്കനുസരിച്ചും പുതിയ കാലത്തെ ടെക്നോളജിക്കനുസരിച്ചും വികസിപ്പിക്കുകയും അത് വിദ്യാർത്ഥികൾക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം കൂടെ ഈ സാമൂഹിക പ്രക്രിയയിൽ, സാമൂഹിക വളർച്ചയുടെ പ്രക്രിയയിൽ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കും പൊതുസമൂഹത്തിനുമൊക്കെ നിർവഹിക്കാനുണ്ട്. കാലോചിതമായി നമുക്ക് പുതിയ വിദ്യാർത്ഥികൾ അഡ്രസ്സ് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കലാലയങ്ങളും യൂണിവേഴ്സിറ്റികളും ഒക്കെ വെറുതെ കിടക്കുകയും അവിടെ ഒട്ടും അപ്ഡേഷൻ ഇല്ലാതെ കാലയവനികക്കുള്ളിൽ തീർന്നു പോവുകയും, എന്നാൽ വിദ്യാർത്ഥികൾ പുതുലോകം തേടി മറ്റു രാജ്യങ്ങളിലേക്കും പുതിയ ലോകത്തേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇന്ന് നമുക്കുണ്ട്. അവർ തിരിച്ചു വരുമ്പോഴെങ്കിലും അവരെ അക്കമഡേറ്റ് ചെയ്യാനും അവർ ആർജിച്ചെടുക്കുന്ന വിവരം അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ സാമൂഹിക നിർമ്മാണ ഘടനയിൽ, രാജ്യത്തിൻ്റെ നിർമ്മാണാത്മകതയിൽ ആ യുവാക്കളെ, ചെറുപ്പക്കാരെ പ്രയോഗിക്കാനുമുള്ള അനിവാര്യമായ ഇടപെടലുകൾ കൂടെ നമ്മുടെ ഭാഗത്തു നിന്ന്, പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഈ സമൂഹത്തിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്ന ഈ അറിവും വിദ്യാഭ്യാസവും ഒക്കെ അത് പൂർണ്ണനായ ഒരു മനുഷ്യനാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ തുടർച്ചകളിലാണ് നമുക്ക് ഓരോരുത്തർക്കും സംഭവിക്കേണ്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അങ്ങാടിയിൽ കൂടെ ഇറങ്ങി നടക്കുന്നുണ്ട്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കച്ചവടക്കാരുണ്ടാകും. ആ ഇറങ്ങി നടക്കുമ്പോൾ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ധാന്യങ്ങളുടെ കൂമ്പാരങ്ങൾ, അതിനിടയിൽ കൂടെ അവിടെ അടക്കി വാഴുന്ന രാജാവാണ്, നേതാവാണ്. പക്ഷേ സാധാരണക്കാരോടൊപ്പം, പൊതുസമൂഹത്തോടൊപ്പം, അങ്ങാടിയിൽ കൂടെ പൊതുജനങ്ങളോടൊപ്പം നടക്കുകയും ഇടപെടുകയും വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും അവരെ ഒരു കൃത്യതയുള്ള, ധാർമ്മികതയുള്ള, നീതിനിഷ്ഠയുള്ള സമൂഹമായി വാർത്തെടുക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ തിരുനബിയുടെ ജീവിതത്തിൽ എമ്പാടും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരിക്കൽ നടന്നു പോകുമ്പോഴാണ് ഈ ചേർത്ത് വച്ചിരിക്കുന്ന ധാന്യക്കൂമ്പാരങ്ങളുടെ ഇടയിൽ ഒന്നിലേക്ക് അവിടുത്തെ കൈ ആഴ്ത്തി നോക്കുന്നത്. അവിടുത്തെ കൈകളിൽ നനവ് പറ്റി. ആ കച്ചവടക്കാരനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ധാന്യം നനഞ്ഞത്? അത് മഴ പെയ്ത് നനഞ്ഞു പോയതാണ് നബിയെ. അല്പം ദേഷ്യത്തോടുകൂടെ ആ കച്ചവടക്കാരനോട് തിരുനബി ചോദിക്കുന്നുണ്ട്, എങ്കിൽ നിങ്ങൾക്ക് ഈ നനവുള്ള ധാന്യം ഈ കൂമ്പാരത്തിന്റെ മുകളിലേക്ക് വെച്ചുകൂടായിരുന്നോ? നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഉപഭോക്താവ്, നിങ്ങളുടെ കസ്റ്റമർ,
ആ കസ്റ്റമർക്ക് കൂടുതൽ നീതിയുക്തമായി നിങ്ങളുടെ കച്ചവടം സാധിക്കണമെങ്കിൽ അതായിരുന്നല്ലോ അഭികാമ്യം എന്നുപദേശിക്കുകയും ലോകാവസാനം വരെയുള്ള എല്ലാ കച്ചവടക്കാരോടും നീതി ആഗ്രഹിക്കുന്ന ധാർമ്മികമായ സാമൂഹിക ചുറ്റുപാടിൽ തങ്ങളുടെ കച്ചവടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാഗ്രഹിക്കുന്ന എല്ലാവരോടുമായി തിരുനബി അവിടുന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്, കച്ചവടങ്ങളിൽ വഞ്ചന ചെയ്യുന്നവർ എൻ്റെ കൂട്ടത്തിൽ പെട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്മയിലേക്കുള്ള പ്രചോദനം നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എല്ലായിടങ്ങളിലും എല്ലാ മനുഷ്യരോടും ആർദ്രതയോടെയും കരുണയോടെയും ഇടപെടണമെന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉൻസുർ അഹാക ളാലിമൻ ഔ മദ്ലൂമ, അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെട്ടവനാണെങ്കിലും അവനെ നീ സഹായിക്കണമെന്ന്. അക്രമിക്കപ്പെട്ടവനെ സഹായിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നബിയെ അക്രമിയെ സഹായിക്കാൻ കഴിയുക? അക്രമിക്കപ്പെട്ടവരോട് നമ്മൾ ചേർന്ന് നിൽക്കും, അബലരോട്, ദുർബലരോട്, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരോട്, അവഗണിക്കപ്പെട്ടു പോയവരോട്, ആ നമ്മളെന്ന കള്ളിയിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് പുറത്തു നിൽക്കേണ്ടി വന്ന അനേകായിരം മനുഷ്യർ, അവരോട് ദയയോടെ കാരുണ്യത്തോടെ ഇടപെടാനും ആർദ്രമായി അവരോട് സംവദിക്കാനുമുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അവർക്ക് കൂടെ ശബ്ദം നൽകി, അവരുടെ ശബ്ദം നമ്മളാവുകയല്ല, അവർക്കു തന്നെ ശബ്ദങ്ങൾ നൽകി അവരെ ശാക്തീകരിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൂടെ കൊണ്ടുവരേണ്ടുന്നതിന്റെ അനിവാര്യമായ ഉത്തരവാദിത്വം ശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുളൈഫു എന്ന് തുടങ്ങുന്ന ആയത്തിൽ. അപ്പോ ഒരു ആക്രമിക്കപ്പെട്ടവന്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധ്യതകളുണ്ട്, നമുക്ക് അവസരങ്ങളുണ്ട്. നമ്മളത് ചെയ്യേണ്ടുന്ന മാനുഷികമായ ധർമ്മമാണ്. എന്നാൽ എങ്ങനെയാണ് ഒരക്രമിയുടെ കൂടെ നിൽക്കാൻ കഴിയുക? ഈ ചോദ്യത്തിന് തിരുനബി പറയുന്നത്, അവനെ വീണ്ടും അക്രമിയാകുന്നതിൽ നിന്ന് തടയുന്നതിലൂടെയാണ് ആ അക്രമിയെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുക എന്നാണ്. നോക്കൂ നിങ്ങൾ, എത്ര ഹൃദ്യമാണത്. എല്ലാതരം മനുഷ്യരോടും, അത് അക്രമിയാകട്ടെ ആക്രമിക്കപ്പെട്ടവനാകട്ടെ, അവരുടെ കൂടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട്, അവരുടെ കൂടെ ഭാവിയിലേക്കുള്ള ആത്യന്തികമായ വിജയം, ആഖിറത്തിലെ വിജയം കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെയും സമുദ്ധരിക്കണമെന്ന്, അവരെയും സംസ്കരിക്കണമെന്ന്, അവരുടെ കൂടെ നിൽക്കണമെന്ന് തെളിച്ചമുള്ള ആശയം നമ്മളെല്ലാവരും പരസ്പരം ഇടപെടുകയും പരസ്പരം പലതരങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാ തരം മനുഷ്യരോടും സ്നേഹത്തോടെ അവരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് എന്ന വലിയ സന്ദേശമാണ് വിശുദ്ധ ഇസ്ലാം നമുക്ക് കൈമാറുന്നത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എത്ര കൃത്യമാണ് നോക്കൂ, എത്ര കൃത്യമാണ്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വ രൂപീകരണത്തിന്റെ അനിവാര്യമായ ഘട്ടങ്ങളെ വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി വ്യക്തതയോടുകൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് നൈതികത കൊണ്ടാണ്. നീതിയുക്തമായി മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കാവൂ. നീതി അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാകണം. അതേതെങ്കിലും ഒരു സമൂഹത്തോട് അനീതിയോടുകൂടെ, അത് നമ്മുടെ എതിർപ്പ് കൊണ്ടോ നമ്മളോട് എതിര് നിൽക്കുന്നവരോട് പോലും അനീതിയോടുകൂടെ ഇടപെടാൻ പാടില്ല എന്നതാണല്ലോ നമ്മൾ അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട ആശയം. വൽ ഇഹ്സാൻ, ഏറ്റവും സമ്മോഹനമായ നന്മകൾ, എല്ലാവർക്കും നന്മകൾ. യുദ്ധത്തിന് പോകുന്ന സൈന്യത്തോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ നടക്കുന്ന യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ആ യുദ്ധങ്ങളിലേക്ക് പോകുമ്പോൾ പോലും ഇഹ്സാൻ കൊണ്ട് റസൂലുള്ളാഹി കൽപ്പിക്കാറുണ്ടായിരുന്നു, എല്ലാവർക്കും നന്മ. പരസ്പരം ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ പോലും അവരന്റെ നന്മകളാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് എന്ന മാനവികതയുടെ ഉദാത്തമായ ഈ പാഠത്തിൽ നിന്നാണ് അഭിമന്യരായ ഉസ്താദ് അവറുകൾ അവിടുത്തെ ജീവിതം മുഴുവനും മനുഷ്യർക്കൊപ്പം എന്ന ഒരാശയത്തെ ജീവിച്ചു കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരു സമ്മേളനത്തിന്റെ, ഒരു കേരള യാത്രയുടെ പ്രമേയമല്ല. ഉസ്താദ് അവിടുത്തെ ജീവിതത്തിന്റെ ആശയമാണത്. ഉസ്താദിൻ്റെത് മാത്രമല്ല, വിശുദ്ധ ഇസ്ലാമിനെ ജീവിതമാക്കി ഏറ്റെടുത്തിരിക്കുന്ന ഈ മഹാപണ്ഡിതരുടെ മുഴുവനും ജീവിതം അതുതന്നെയാണ്. അവർ മനുഷ്യർക്കൊപ്പമാണ്, മനുഷ്യർക്ക് വേണ്ടിയാണ്. ഏറ്റവും ആത്യന്തികമായി ആ പരലോക വിജയം എന്ന മനുഷ്യരുടെ രണ്ടു ലോകത്തെയും നന്മകൾ ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ഈ പ്രവർത്തനങ്ങൾ മുഴുവനും കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം എല്ലാ മനുഷ്യരുടെയും ഏതെങ്കിലും അർത്ഥത്തിൽ പരസ്പരം വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത ആലോചനകളും വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും മനുഷ്യനെന്ന അസ്തിത്വത്തെ പരിഗണിക്കുകയും അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഉദാത്തമായ ഒരു സംസ്കാരമാണ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളത്. ഈ വിശുദ്ധരായ പണ്ഡിതരുടെ തണൽ പറ്റി ഈ കർമ്മവഴികളിൽ കൂടുതൽ ജാഗ്രതയോടുകൂടെ നമ്മുടെ കൂടെയുള്ള ദുർബലരുണ്ട്, അബലരുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുണ്ട്. ഈ അരികവൽക്കരിക്കപ്പെട്ടവരെ കൂടെ ശാക്തീകരിച്ച് സാമൂഹിക ശ്രേണിയുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന ധാർമ്മികമായ കാലം നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാനുണ്ട്. അതിന് തെളിഞ്ഞ മനസ്സോടെ നമ്മളും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണം.
പത്തനംതിട്ട ആറന്മുള കണ്ണാടിയുടെ നാടാണ്. തെളിച്ചമുള്ള ഹൃദയങ്ങൾ ഉണ്ടാക്കി എല്ലാവരോടും സഹവർത്തിത്വത്തോടുകൂടെയും ആർദ്രതയോടുകൂടെയും ഇടപെടുന്ന ഓരോ ജീവിതങ്ങളാക്കി നമ്മളെല്ലാവരും ചലിക്കുന്ന ഇസ്ലാമായി മാറുമ്പോൾ നമുക്ക് സാധിക്കുന്ന ഒരു മഹാമുന്നേറ്റവും വിപ്ലവവുമുണ്ട്. അത് സായുധ വിപ്ലവം അല്ല, മറിച്ച് സാംസ്കാരികമായ നന്മയുടെ, നൈതികതയുടെ, ധാർമ്മികതയുടെ എല്ലാത്തരം സന്തോഷങ്ങളുടെയും സഹവർത്തിത്വത്തിൻ്റെയും ഉത്കർഷമായ ആഘോഷമായിരിക്കും. അങ്ങനെ ഒരു നാളേക്ക്, അങ്ങനെ ഒരു വരും കാലത്തേക്കുള്ള സ്വപ്നങ്ങളുമായാണ് നമ്മൾ ഈ യാത്ര കേരളത്തിൻ്റെ ഹൃദയഭൂമിയിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 16-ാം തീയതി തിരുവനന്തപുരത്ത് ഈ യാത്ര അതിൻ്റെ സാങ്കേതികാർത്ഥത്തിൽ സമാപിക്കുമ്പോഴും ഈ യാത്രയുടെ ലക്ഷ്യങ്ങളുമായി കേരളത്തിൻ്റെ പല ദിക്കുകളിൽ നമ്മളെല്ലാവരും ഒരേപോലെ ഈ ആശയങ്ങൾ ഉൾവഹിച്ചുകൊണ്ട് നമ്മൾ ഇനിയും മുന്നോട്ട് പോകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.